നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? നമ്മളിതാ അവിടെ സലാലയില് തകർത്തോണ്ടിരിക്കട്ടോ. ഇന്ന് നമ്മുടെ 4ാമത്തെ ദിവസമാണ് സലാലയില്. നമ്മുടെ സലാല സീരീസിന്റെ 5ാമത്തെ വീഡിയോ ആണ്. നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ കറക്കത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ആദ്യം തന്നെ നമ്മൾ വന്നിരിക്കുന്നത് സലാലയിലെ ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി കാണാനാണ് കേട്ടോ. ഇതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതാ ഇവിടെ സ്റ്റാർട്ടാക്കുകയാണ്. എല്ലാവരും അവസാനം വരെ കാണണം. അപ്പൊ ഇതാണ് കേട്ടോ ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി. നമ്മൾ ഈ ഗ്രാവിറ്റി പോയിന്റിന്റെ കറക്റ്റ് ആ സ്പോട്ടിലാണ് ഇട്ടിരിക്കണേ. ഇതിപ്പോ അവിടെ ഒരു കയറ്റാണ്. ഞാൻ എന്താ ഗിയർ ന്യൂട്രലിൽ ഇടുകയാണ്. ന്യൂട്രലിൽ ഇട്ടു. ഇനി നമ്മളിവിടെ ഇരുന്നാ മതി. ഈ കയറ്റത്ത് ഇതാ വണ്ടി തന്നെ കയറി പോണ കാണാം നിങ്ങൾക്ക്. 2 കാലും മുകളിൽ തന്നെ വണ്ടി പോണ കണ്ടോ മുമ്പിലേക്ക് എടുത്ത്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ നമ്മള് കറക്റ്റായി കാണിച്ചു തരാം. അപ്പൊ വണ്ടി ഇതിലിട്, ന്യൂട്രലിട്, സ്റ്റിയറിംഗ് സ്റ്റഡിയാക്ക്. ബ്രേക്ക് റിലീസ് ചെയ്തോ? ആ തന്നെയല്ലേ പോണ കണ്ടോ? വണ്ടി തന്നെ കയറി പോണു കേട്ടാ. നല്ല സ്പീഡിലാട്ടാ പോണ കണ്ടോ? ഇതാണ് അപ്പൊ അതിന്റെ ഒരു സെറ്റപ്പ്. നമുക്ക് വണ്ടി ഇനി പുറയിലേക്ക് പോണത് കാണാട്ടോ. തന്നെ കണ്ടോളോ. ഭയങ്കര സ്പീഡാ, വിട്ടാ വഴിക്ക് പോവും. ഒന്നുകൂടി കാണിക്കേ, ഒന്നുകൂടി കാണിക്കേ കണ്ടോ? തന്നെ പോണത് കാണേ. ഇതാ കണ്ടോളോ, കണ്ടോ? തന്നെ ഏട്ടാ വണ്ടി പോണ്. വണ്ടിക്ക് മുട്ടിഞ്ഞ സ്പീഡാട്ടാ, രക്ഷല്ല. പോയാ വഴിക്കാ പോവും. ആയോ കേറ്. പിള്ളേർക്കും ആന്റി ഗ്രാവിറ്റി പോയിന്റ് പരീക്ഷിക്കണം എന്ന് ആഗ്രഹം. അപ്പൊ അതാ വെള്ളമുള്ള ബോട്ടിൽ വെക്കട്ടോ. അതാ ഈ കയറ്റത്ത് കണ്ടോ? ബോട്ടിൽ ഈ കയറ്റത്തിൽ കൂടെ തന്നെ കയറി പോണ കണ്ടോ? എങ്ങനെയുണ്ട് സിയാ? കണ്ടോ കയറി പോണ കണ്ടോ? തന്നെ കേട്ടോ അത് പോണ. ആ കയറ്റത്ത് കൂടെ തന്നെ കയറി പോണു. ഇത് കയറ്റല്ലേ? തനിക്ക് കണ്ടൂടെ കയറ്റം? നമ്മളപ്പം ആന്റി ഗ്രാവിറ്റിയിലുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞുട്ടാ. അവിടെ നിന്ന് ഇതാ ജസ്റ്റ് പുറപ്പെട്ടു. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ കഷ്ടി ഒരു 25-30 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ജബൽ സംഹാൻ എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. നമ്മളിപ്പോ അവിടേക്കുള്ള യാത്രയിലാട്ടാ. ആകെ കൂടിയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഈ കടിച്ചോണ്ടിരിക്കുന്നുണ്ട്. കയ്യിന്റെ ഒക്കെ കോലം കണ്ടോ? എന്തോ പ്രാണി കുത്തിയിട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ യാത്ര തുടരാ. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പക്ക നമ്മുടെ താമരശ്ശേരി ചുരം കയറുമ്പോഴുള്ള കാഴ്ച പോലെ കേട്ടാ. അപ്പുറത്തും അപ്പുറത്തും കോട, ചുറ്റും മരങ്ങള്, കോടമഞ്ഞ്, ചാറ്റൽ മഴ എല്ലായിട്ട് തനി പക്ക നമ്മുടെ താമരശ്ശേരി ചുരം. പക്ഷെ ഇത് താമരശ്ശേരി ചുരല്ല, ഇത് മസ്കറ്റിലെ സലാലയാന്ന് ഞാൻ വീണ്ടും പറയണു. കണ്ടില്ലേ നമ്മുടെ വ്യൂ വരണത്? അടിപൊളിയല്ലേ? നമ്മള് പോണ വഴിക്കാണ് മനസ്സിലായത് ഇവിടെ ഒരു സിങ്കോൾ ഉണ്ടെന്ന്. തവി അത്തയർ സിങ്കോൾ എന്നായിട്ട് അതിന്റെ പേര്. അപ്പൊ നമ്മള് വിചാരിച്ചു പോണ വഴിക്ക് തന്നെയല്ലേ അതും കൂടി ഒന്ന് കയറി കാണാന്ന് വിചാരിച്ചു. സംഭവം ഫുൾ കോട
കോടയൊക്കെ മൂടി മുന്നിലേക്ക് എന്താ നടക്കണെന്ന് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. കണ്ടില്ലേ? നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഒരു 2 മിനിറ്റ് നമുക്ക് മുന്നോട്ട് നടക്കാണ്ട് കേട്ടോ, ഈ സിങ്ക് ഹോള് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാ നമ്മള് നല്ല തണുപ്പത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് നടക്കാണ്ട് തോന്നുന്നു കേട്ടോ. കണ്ടോ, ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴത്തേക്ക് പോകണം. മഴയും പെയ്തിരിക്കണ കാരണം ഉണ്ടല്ലോ, അത്യാവശ്യം വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരെയൊക്കെ ആയിട്ട് പോകുമ്പോ സൂക്ഷിച്ചു പോണം. ഇതാ ഈ സംഭവമാണ്, ഈ കുഴിയാണിത്. നമുക്ക് എന്തായാലും കുറച്ചുകൂടി താഴത്തേക്ക് പോയി നോക്കാം. അടിപൊളി സ്ഥലമൊക്കെയാണ്. അപ്പൊ ഇതാണ് കേട്ടോ അവിടെ നിന്നുള്ളൊരു വ്യൂ. അഗാധമായൊരു ഗർത്തം കണ്ടില്ലേ? ഈ മഞ്ഞുള്ള കാരണം അത്ര ക്ലിയർ ആവില്ല, പക്ഷെ നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ അത്. ഈ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു തട്ടുകട ഉണ്ട് കേട്ടോ അവിടെ. തണുപ്പത്ത് നമ്മളപ്പോൾ വിചാരിച്ചു എപ്പോൾ പോയാലും നമ്മൾ മൂന്നാർ വയനാട് പോയാൽ ന്യൂഡിൽസും മുട്ട മസാലയൊക്കെ കഴിക്കാറുള്ളതാണ്, കാട മസാലയൊക്കെ. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്നൊരു ന്യൂഡിൽസ് അടിക്കാന്ന്. ഈ ഒരു ആംബിയൻസിൽ ചൂട് ന്യൂഡിൽസ് അടിപൊളിയാവും. അപ്പം നല്ല ചൂട് ന്യൂഡിൽസ്, നല്ല ചാറ്റൽ മഴ, കോടമഞ്ഞ് എല്ലാം വീശട്ടെ കേട്ടോ ഈ തണുപ്പത്ത്. പൊരിച്ചു ഇതൊക്കെ കഴിക്കട്ടെ. ഇവിടെ നല്ല പച്ച മാങ്ങ, പച്ചല്ല ഒരു മീഡിയം പഴുത്ത മാങ്ങ മസാലയൊക്കെ ഇട്ടിട്ട് കിട്ടൂട്ടോ. അത് നമ്മൾ വാങ്ങി. എങ്ങനെയുണ്ട് സിയ? രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ എന്ത് കിട്ടിയാലും ഗ്രേറ്റ് ആവും. ആ നൂഡിൽസ് ഭയങ്കര ഇഷ്ടായോ? ആ കഴിച്ചോളോ. നമ്മള് മല കയറിയപ്പോ ജബൽ ഷംഹാനിലെത്തിട്ടാ. ഒരു രക്ഷയില്ല ഇവിടുത്തെ വ്യൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാറ്റ് കണ്ടോ? കാറ്റ് എന്ന് പറഞ്ഞാൽ മുട്ടിഞ്ഞ കാറ്റ്, തണുപ്പ്, മഴ, അടിപൊളി. ഇതാ പിള്ളേരൊക്കെ ഇവിടെ ആർമാദിച്ചോണ്ടിരിക്കട്ടാ. അച്ഛൻ എങ്ങനെയുണ്ട്? ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയണുണ്ടല്ലോ, ഈ അഗാധമായ കൊക്കയാട്ടോ. ആണല്ലേ? ഇപ്പൊ ജസ്റ്റ് മേഘമൊക്കെ ഒന്ന് മാറി ക്ലിയറായി നിൽക്കണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്ത് അവിടെ എന്തോ ഒരു വാതി കാണാം. കണ്ടില്ലേ? വെള്ളത്തിന്റെ ഒരു ചാല്. വെള്ളമുണ്ട് തോന്നുന്നില്ല. വെള്ളമില്ല അല്ലേ? വെള്ളമില്ല അവിടെ. ഇപ്പൊ നന്നായി അത്യാവശ്യം ഒന്ന് ക്ലിയറായി വന്നു, മേഘമൊക്കെ ഒന്ന് മാറിയിട്ട്. ഇതാട്ടോ അവിടുത്തെ വ്യൂ. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇവിടെ കേവ് ഉണ്ട് എന്നാട്ടാ. നമ്മളത് കാണാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ? ഇതൊക്കെ കോട വന്ന് മൂടി കിടക്കണതാട്ട് ഈ സംഭവം. കണ്ടോ? ഭീകര വ്യൂ ആണ് ഇവിടുന്ന്. അടിപൊളി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ്. ഓടല്ലേ പതുക്കെ. നമ്മൾക്കിത് ഇങ്ങനെ ഒരു മലയുടെ ചെരുവിൽ കൂടെ നടന്നു വേണട്ടോ അങ്ങോട്ട് പോവാൻ. ആണല്ലേ? ഈ സൈഡില് മലയും ഈ സൈഡിലൊരു കൊക്കയാണ്. ഉണ്ടോ? ഇതാണ് നമ്മുടെ വ്യൂ. നമ്മളിത് അതിൽ കൂടെ, ഈ നല്ലൊരു വഴിയാണ്, അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. നടന്ന് നമ്മളിത് അതിന്റെ ഒരു തെറ്റത്ത് എത്തിയിട്ടാ. അധികം നടക്കാനൊന്നുമില്ല, ഒരു 30 സെക്കൻഡ്. ഇതാണ് ഈ സംഭവം, ഈ ഒരു കേവ്. ഇത് ഈ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് കയറാനൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് കാണാം, ഈ വ്യൂ ഒക്കെ കാണാം, കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോവാം. അടിപൊളിയല്ലേ അവിടെ നിന്ന്? അപ്പൊ സലാലയില് വന്നാൽ നിങ്ങൾ ഈ സ്ഥലം മിസ്സാക്കരുത്. ജബൽ സംഹാൻ കേട്ടില്ലേ? അടിപൊളി കാറ്റ്, ശുദ്ധമായ വായു. എന്തായാലും ഈ സ്ഥലം വന്ന് കാണണം നിങ്ങള്. നമ്മളപ്പോ അവിടെ നിന്ന് തിരിച്ചുട്ടാ. നമ്മള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. റോഡിലുള്ള കാഴ്ച കണ്ടില്ലേ? പശുവൊക്കെ അങ്ങനെ മേഞ്ഞു കിടക്കണത് ഈ മഞ്ഞിന്റെ ഇടയിൽ കൂടെ. അടിപൊളിയല്ലേ? നമ്മളപ്പം മലയൊക്കെ ഇറങ്ങി വന്നുട്ടോ. നമ്മളിപ്പോ പോണത്
ഈ സലാലയില് പുതിയതായി രൂപാന്തരപ്പെട്ട പിങ്ക് ലേക്ക് കാണാനാണ്. ഈ സംഭവം അന്വേഷിച്ചിട്ട് നമ്മൾ കുറെ നേരമായി നടക്കണു. കണ്ടാ, ഈ കട്ട് റോട്ടിൽ കൂടെയാണ് പോണ. ഒരു ആളും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഇതിപ്പോ ആരോട് ചോദിക്കുമ്പോഴും എല്ലാവരും പറയണ അവർക്ക് ഈ സംഭവത്തിനെ പറ്റിയിട്ട് അറിയില്ല എന്നാണ്. ഗൂഗിൾ ലൊക്കേഷൻ ആണെങ്കിലും ഏതൊക്കെയോ റൂട്ടൊക്കെയോ കാണിക്കണേ. പക്ഷെ നമുക്ക് പിങ്ക് ലേക്ക് കണ്ടേ പറ്റൂ. കാരണം പുതിയതായിട്ട് ഉണ്ടായ ഒരു സംഭവമാണല്ലോ. അതുകൊണ്ടാവും ചിലപ്പോ ആൾക്കാർക്ക് അറിവുണ്ടാവാത്തോ. എന്തായാലും അവസാനം ഇപ്പൊ ഗൂഗിൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ ഇവിടുന്ന് ഒരു 3 മിനിറ്റ് കൂടി ഉണ്ടെന്നാ പറയണ. അല്ല സോറി, 3 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന്. ഇത് കംപ്ലീറ്റ് ഈ കട്ട റോഡാട്ടോ. ഈ പിങ്ക് ലേക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് നിങ്ങൾ ദാരിസ് ബീച്ചിന്റെ നേരെ മുന്നിൽ വന്നാൽ അവിടെ ബോർഡ് കാണാം, ദാരിസ് ബീച്ച് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു വഴിയുണ്ട്. നിങ്ങൾ റൈറ്റിലേക്ക് പോകരുത്, നേരെ ലെഫ്റ്റിലേക്ക് എടുക്കുക. ലെഫ്റ്റിലേക്ക് എടുത്താൽ ഒരു മണ്ണ് റോഡാണ്. ഇത് അതേപോലത്തെ കണ്ടല്ലേ, ഇതേപോലത്തെ കട്ട റോഡാണ്. ഈ വഴി കഷ്ടി ഒരു 4.5 കിലോമീറ്റർ ഓടിയാൽ നിങ്ങൾക്ക് പിങ്ക് ലേക്കിലേക്ക് എത്താം. നമ്മളത് അവിടെ വണ്ടി നിർത്തി ഇറങ്ങി നമ്മൾ പിങ്ക് ലേക്കിൽ എത്തിട്ടോ. ഇതാണ് സംഭവം. ഇതാണ് ഈ പിങ്ക് ലേക്ക്. എങ്ങനെയുണ്ട് പിങ്ക് ലേക്ക്? നിങ്ങളുടെ ഫേവറേറ്റ് കളറല്ലേ? ആരുടെ ആണെങ്കിലും ഫേവറേറ്റ് അല്ലേ? കണ്ടോ, ഇതാണ് സംഭവം. ചെറിയൊരു ഭാഗം മാത്രം കേട്ടോ. ഈ ഒരു ഏരിയ മാത്രം ഇങ്ങനെ പിങ്കായി കിടക്കാണ്. ഹാലോ ബാക്ടീരിയയും ഡുനാലിയല സലീന എന്ന ആൽഗയാണ് ഈ പിങ്ക് നിറത്തിന്റെ പ്രധാന കാരണം. ഈ ആൽഗയില് ബി കെരാട്ടിനും ഉപ്പും വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കളറ് വരുന്നതെന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട്. ഒരു ഇന്ത്യൻ ഡോക്ടറാണ് ഈ സ്ഥലം ആദ്യം കണ്ടുപിടിച്ചതിന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ പിങ്ക് ലേക്കിന്റെ വിശേഷങ്ങള്. ഇതാണ് പിങ്ക് ലേക്കിന്റെ ഫുൾ ഒരു സ്ട്രെച്ച് വരുന്നത്. കണ്ടില്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല, പിങ്ക് കളറിൽ കിടക്കണു. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു എന്ന് മാത്രം. വേറെ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇതാണെങ്കിൽ തീരെ ഫേമസും ആയിട്ടില്ല കേട്ടോ. ഖരീഫൊക്കെ കാരണം, മഴയായ കാരണം ഇത് പിങ്ക് ഉണ്ടാവുമോ ഇല്ലേ എന്ന് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിങ്കും സംഭവങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പിങ്കായി കിടക്കുന്നുണ്ട്, നല്ല പിങ്കായി കിടക്കുന്നുണ്ട്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മളിപ്പോ പോണത് കേരളത്തിൽ കൂടെ അല്ല, സലാലയിൽ കൂടെയാണെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കറക്കവും പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിതാ നമ്മുടെ ഹോട്ടൽ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ദിവസമാണ് സലാലയിലെ. നാളെ ഒരു 11 മണിയോട് കൂടിയിട്ട് നമ്മള് തിരിച്ച് മസ്കറ്റിലേക്ക് പോകും. അപ്പം അതിന്റെ ഭാഗമായിട്ട് കുറച്ച് എന്താ പറയാ പച്ചക്കറികളും ഫ്രൂട്ട്സും നാളികേരൊക്കെ വാങ്ങാന്ന് വിചാരിച്ച് ഇതാ ഒരു തെങ്ങിൻ തോപ്പിന്റെ ഇടയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടി ഈ തെങ്ങിൻ തോപ്പിന്റെ ഇടയിലുള്ള ഈ കടകളിലേക്ക് വന്നിരിക്കട്ടോ, നമ്മുടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നിരയായിട്ട് കടകളാണ്, ഈ തെറ്റം തൊട്ട് ആ തെറ്റം വരെ. അപ്പം എന്താ, നമ്മള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിച്ച് കാറിൽ വെക്കണം, നാളെ മസ്കറ്റിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടോ നല്ല ഉഗ്രം പപ്പായ, നേന്ത്രപ്പഴം, ചെറുപഴം, പലതരം പഴങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇളനീരാണെങ്കിൽ നമുക്ക് ഇളനീര് കട്ട് ചെയ്ത് തരും. ഫുൾ സെറ്റപ്പാണ്, ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല അവിടെ. പഴം, പച്ചക്കറി, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പഴക്കൊലൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ നിങ്ങള്? നാട്ടിൽ കാണാൻ പറ്റില്ല കേട്ടോ ഈ കാഴ്ച. കണ്ടോ, ഇവിടെ ഉണ്ടോ നാളികേരം. നമ്മളൊരു ഇളനീര് പറഞ്ഞിട്ടുണ്ട്, ഇളനീര് ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കണു. കണ്ടില്ലേ, അച്ചുവേസിയും കൂടി ഇരുന്നത് ഇളനീര് വീശണു. എങ്ങനെയുണ്ടോ അച്ചുവേ? കിട്ടാണോ? മധുരമൊക്കെ ഉണ്ടോ? ബെസ്റ്റ്. എങ്ങനെയുണ്ട് നാളികേരന്റെ ഉള്ളിലത്തെ? എങ്ങനെയുണ്ട് നാളികേരത്തിന്റെ ഉള്ളിലത്തെ മധുര? സ്വീറ്റ്? സ്വീറ്റ് പിന്നങ്ങട് സലാല നാളികേരം ആട്ടിച്ച ഓയിൽ വിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കോക്കനട്ട് ഓയിൽ. അതും വാങ്ങി നമ്മള് രണ്ട് പാക്കറ്റ്. അപ്പൊ ഇതാ നമ്മള് ഇവിടുന്ന് ഒരു ലോഡ് സാധനം വാങ്ങിയിട്ട് ഒരു കാർട്ടൂൺ നിറച്ച് ഇതാ അവരെന്നെ നമ്മുടെ കാറിൽ കൊണ്ടുവച്ച് തരും. നമുക്കിത് എടുത്താണ്ട് പോയാൽ മതി. ഇനി കണ്ടില്ലേ,
ഈ ഒരു കാർട്ടൂൺ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിലുള്ളത്? പാളയംകോടൻ പഴം, ഏത്തപ്പഴം, പപ്പായ, ഓയിലും മുന്നിൽ വെച്ചിട്ടുണ്ട്. അല്ല വെളിച്ചെണ്ണ അല്ലേ? ഓക്കെ, ഇത്രയും സാധനമായിട്ടാ നമ്മൾ വാങ്ങിയത്. അപ്പൊ വിടാന്നാ നമ്മള് ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിട്ടോ. ഇന്നാണെങ്കിൽ പ്രാണി കടിച്ചു ഒരു വിധാക്കി. പിള്ളേരാണെങ്കിൽ എല്ലാവരും പൂളിലേക്ക് ചാടി തകർക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. അവരെ ഒന്ന് പോയിട്ട് നോക്കിട്ട് വരാഞ്ഞി. അച്ചു എവിടെ? എങ്ങനെയുണ്ട്? അച്ചു വെള്ളത്തിലാണിപ്പോ. അച്ചു വാട്ടർ ബോയ് ആണോ? ഫുൾ ടൈം വെള്ളത്തിലാ. അച്ചു മുങ്ങിയൊരു വിധാവുമല്ലോ. കുടിച്ചു. ആവേശം അധികം വേണ്ട, പതുക്കെ മതി. പതുക്കെ മുങ്ങിയാ മതി. പതുക്കെ മതി കേട്ടോ. ഗുഡാണോ? ഓക്കെ. ദാ ഞോഞ്ഞിയും എസ് ഇവിടെ ഉണ്ട് കേട്ടോ. ജമ്പ് ചെയ്യണ്ടോ? ഓക്കെ, ജമ്പ്. ഒരുമിച്ച്. ഇത് നല്ല വലിയ പൂളാട്ടാ. നല്ല ആഴമുള്ള പൂളാണിത്. ഫ്ലിപ്പ് ചെയ്യോ? ഓ തകർത്തു. മെർമെയ്ഡ് സ്വിമ്മിങ് കാണിക്കേ. മതി നീന്തിക്കോടെ അവിടെ കിടന്നിട്ട്. ഓക്കെ, ഗുഡ്. എല്ലാം കൂടി ഒരുമിച്ച് മുങ്ങുവോ? ഓക്കെ, എന്നാ മുങ്ങുവോ? 1 2 3. മുങ്ങിട്ട് പൊങ്ങടി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ദിവസം കൂടി സലാലയിൽ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നാളെയാണ് തിരിച്ചു പോണത്. മിക്കവാറും നമ്മൾ സലാലയിൽ നിന്നുള്ള ഒരു വീഡിയോ കൂടി ഉണ്ടാവും. ഇതുവരെയുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.